ദ റോയൽ പ്രൊഫസി മിനിസ്ട്രിയുടെ ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് ഗ്രഹിക്കുവാനും അനുസരിക്കുവാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാണ്. അവർക്ക് മാത്രമേ യേശു പറയുന്ന ഓരോ വചനങ്ങളും പാലിക്കുവാൻ സാധിക്കൂ. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൽ നിന്ന് ജനിച്ചുവെന്നും അവകാശപ്പെടുന്നുവെങ്കിൽ നമ്മിൽ ദൈവിക സ്വഭാവമുണ്ടോ എന്നും നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണോ എന്നും ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം ദുഷ്ടരോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്നു. ലൂക്ക 6:36 പറയുകയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. തിന്മ വളരെയധികം പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീതി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പലരും അവരുടെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നന്മ പ്രവർത്തിച്ചിട്ടും അതിനു പകരമായി പലരും സമ്മാനിച്ച തിക്താനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ അതിന് കാരണം. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. യേശു സർവമഹത്വത്തോടെ ഈ ഭൂമിയെ വിധിക്കുവാൻ വരുന്ന സമയം ആസന്നമായിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ യേശു നമ്മോട് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുവാനാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ അവശേഷിക്കുന്ന ഓരോ നന്മയെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അതിനെ വർദ്ധിപ്പിക്കാനായി നമുക്കൊരുങ്ങാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ആ ബാലൻ 5 അപ്പവും 2 മീനും സമർപ്പിച്ചപ്പോൾ അത് വർദ്ധിപ്പിക്കപ്പെട്ടു. അതുപോലെ നമുക്കും നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. കരുണയും നീതിയും നഷ്ടപ്പെട്ട് മരവിച്ച അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീതിബോധമുള്ള കരുണയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരാൻ നമുക്കൊരുങ്ങാം. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി പ്രവർത്തിച്ചു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അതിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അനീതി പ്രവർത്തിച്ച് പാപക്കറ പുരണ്ടവരായി മാറാതെ നീതി പ്രവർത്തിച്ച് വിശുദ്ധരായി മാറുവാൻ നമുക്കൊരുങ്ങാം. ഉൽപ്പത്തി 4-ാം അധ്യായം 6-7 വചനങ്ങൾ പറയുകയാണ്, കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. സഹോദരങ്ങളെ, നല്ലത് ചെയ്യാത്തതിനാൽ നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്ന പാപത്തെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് എങ്ങനെ സാധിക്കും? നീതി പ്രവർത്തിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നത് വഴി തിന്മയെ തകർക്കുവാൻ നിനക്ക് സാധിക്കും. യേശു പറയുന്നു, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവൻ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. ഒരു ചെകിട് തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക.
നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരോട് പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ദൈവമക്കൾ എന്ന നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാനാണ് നമ്മിലെ നന്മയും നീതിയും പിശാച് തടസ്സപ്പെടുത്തുന്നത്. ലോക അവസാനം വരെയും നാം നീതി പ്രവർത്തിക്കണം. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം ഈ ഭൂമിയിൽ നമ്മിലൂടെ പ്രതിഫലിക്കണം. നമ്മുടെ കണ്ണിൽ അർഹരെന്ന് തോന്നിക്കുന്നവർക്ക് മാത്രമല്ല നാം നന്മ ചെയ്യേണ്ടത്. നമ്മുടെ മുൻപിലേക്ക് ദൈവം അയക്കുന്ന ഏതൊരു വ്യക്തിക്കും നാം നന്മ ചെയ്യണം. ഇതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആയതിനാൽ ദൈവവചനം അരുളി ചെയ്യുന്നത് പോലെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദ റോയൽ പ്രൊഫസി മിനിസ്ട്രിയുടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന നിങ്ങളേവരും തുടർന്നും നീതി പ്രവർത്തിച്ച് വിശുദ്ധർ എന്ന പദവിയിലേക്ക് ദൈവത്താൽ നിങ്ങൾ ഓരോരുത്തരും ഉയർത്തപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.